വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക കിച്ചടിയാണ്. നമ്മുടെ വെള്ളരിക്ക കിച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വരും നമുക്ക് കിച്ചണിലോട്ട് പോകാം. നമ്മുടെ വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ അരമുറി വെള്ളരിക്ക ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ്. നമുക്കിനി 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇവിടെ വെള്ളരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ബോയിലായി വരണം. നമ്മുടെ വെള്ളരിക്ക നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കിച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ അരമുറി തേങ്ങയാണ് കിച്ചടിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്കൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് നമുക്ക് തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തീരെ ഫൈനായി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതരികൾ കിടക്കുന്ന രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ അരഞ്ഞ് ഒന്ന് ഒതുങ്ങി നന്നായി വന്നിട്ടുണ്ട്. കടുകൊക്കെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തേങ്ങ പാനിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ അരപ്പിലോട്ട് നമുക്ക് 200 മില്ലി തൈര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയും തൈരും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ തൈരും തേങ്ങ അരപ്പും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മുടെ വെള്ളരിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫ്ലെയിം ഓഫാക്കി നമ്മുടെ വെള്ളരിക്ക ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളരിക്ക നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കിച്ചടിയിലോട്ട് നമ്മുടെ വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിനി കിച്ചടിയുമായിട്ട് നമ്മുടെ വെള്ളരിക്ക നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഓണാക്കി നമ്മുടെ കിച്ചടി നന്നായി ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കിച്ചടി നന്നായി ചൂടാക്കാം. നമ്മുടെ കിച്ചടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കിച്ചടിക്കുള്ള താളിപ്പ് റെഡിയാക്കാം. നമ്മുടെ താളിപ്പ് റെഡിയാക്കാനുള്ള നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 3 വറ്റൽമുളക് നടുവെ കീറിയെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായി കറിവേപ്പിലയും വറ്റൽമുളകും ഇഞ്ചിയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വറ്റൽമുളകും ചെറുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ താളിപ്പ് നമ്മുടെ കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് വെള്ളരിക്ക കിച്ചടി ഒരു പ്ലേറ്റിലോട്ട് ഡിഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.